സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ചാപ്റ്ററിന്റെ പേര് ആറ്റത്തിന്റെ ഘടന. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ ആറ്റത്തിനെ കുറിച്ചും തന്മാത്രയെ കുറിച്ചെല്ലാം കേട്ടിട്ടില്ലേ? അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് അടുത്തത് ബോക്സിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഓരോ സബ്സ്റ്റൻസും അതിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് അഥവാ ഘടകമൂലകങ്ങളും പിന്നെ രാസസൂത്രവും എലിമെൻസിൻ്റെ എണ്ണത്തിൻ്റെ, അതായത് അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതവുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഷുഗറാണ്. അതിലടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് അഥവാ ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനാണ്. പിന്നെ അതിൻ്റെ കെമിക്കൽ ഫോർമുല അഥവാ രാസസൂത്രം C12H22O11 ആണ്. അതിലടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 12:22:11 ആണ്. ഈ അനുപാതത്തിൽ എടുത്താൽ മാത്രമേ അത് ഷുഗറായിട്ട് വരുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കാണാം ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് അഥവാ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. അതിൻ്റെ രാസസൂത്ര കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H12O6. അതിലടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 1:2:1 ആണ്. ഒരു കാർബണ്, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ എന്ന നിലക്കാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. ഏറ്റവും ചെറിയ അനുപാതത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് 1:2:1. ഒരു കാർബണ്, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ആ സമയത്ത് 6 കാർബൺ എത്ര വരും? 12 ഹൈഡ്രജനും 6 ഓക്സിജനും വരും. പിന്നെയുള്ളത് വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. രാസസൂത്രം H2O. അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 2:1 ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രയിൽ ആറ്റങ്ങൾ പ്രത്യേക അനുപാതത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് കാണാം. അതായത് പഞ്ചസാരയുടെയും ഗ്ലൂക്കോസിൻ്റെയും വാട്ടറിൻ്റെയും എല്ലാം അനുപാതം വ്യത്യസ്തമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നതും സ്വതന്ത്രാവസ്ഥയിൽ നിൽക്കുന്നതുമായ കണികയാണ് എന്തെന്ന് പറയുന്നത്? തന്മാത്ര. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുകയും സ്വതന്ത്രാവസ്ഥയിൽ നിൽക്കുന്നതുമായ കണികയാണ് തന്മാത്ര. അതായത് ഒരു പഞ്ചസാരേൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള തരികൾ എടുത്താലും നമുക്കറിയാം അത് പഞ്ചസാരയുടെ എല്ലാ ഗുണവും ആ കണിക പ്രകടിപ്പിക്കും. അത് പഞ്ചസാരയുടെ ഒരു തന്മാത്രയാണ്. എങ്ങനെയാണ് വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. 2 കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തത് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ വ്യത്യാസമായാൽ ആ പദാർത്ഥത്തിൻ്റെ തന്മാത്രയും വ്യത്യാസമാണ്. അതായത് വാട്ടറിൽ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഗ്ലൂക്കോസിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനാണ്. അവിടെ ഘടകമൂലകങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒന്നിൽ കാർബണില്ല, വാട്ടറിൽ കാർബണില്ല, ഗ്ലൂക്കോസിൽ കാർബണും കൂടെ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്മാത്ര വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്തത് പറയുന്നത് ഘടകമൂലകങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം വ്യത്യാസമായാലും തന്മാത്ര വ്യത്യാസപ്പെടും. ഘടകമൂലകങ്ങൾ ഒരേതായാലും അതിൻ്റെ അനുപാതം വ്യത്യാസമാവുമ്പോൾ ആ പദാർത്ഥത്തിൻ്റെ തന്മാത്ര വ്യത്യാസപ്പെട്ടു. അതായത് ഷുഗർ C12H22O11 ആണ്. എന്നാൽ ഗ്ലൂക്കോസിൽ C6H12O6 ആണ്. അവിടെ അനുപാതം വ്യത്യാസമാണ്.
തന്മാത്രകൾ ഉണ്ടാവുന്നത് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണെന്ന് നമുക്കറിയാം. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് എന്താവുന്നത്? തന്മാത്ര രൂപപ്പെടുന്നത്. ആറ്റത്തേക്കാൾ ചെറിയ കണികൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തേക്കാൾ ചെറിയ കണികൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കണികൾ? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്. ഈ കണികളെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആരാണ്, ഏത് ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ